ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഇത് നെക്സ്റ്റ് ക്ലാസ്സാണ്. നമ്മുടെ റിയൽ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോട്ട് വാങ്ങുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, അത് വെച്ച് നിങ്ങൾ പഠിക്കുക, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് അടുക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആവണം. പിന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഒരു പോയിൻ്റായ എയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഇൻ ആൻ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ അതെന്തായിരിക്കും? ആ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള ഏതൊരു പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമാണ് എഫ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി, നമ്മൾ കണ്ടിന്യൂറ്റി എന്താണെന്ന് പഠിച്ചു. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്? ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയാം. എന്താണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ? എപ്പോഴാണ് പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എയോട് ഈക്വൽ അല്ലാണ്ടിരിക്കുമ്പോൾ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ചെക്ക് ദ continuity of the function f of x equal to 2x square minus 1 at x equal to 3. അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷൻസും നമ്മൾ ട്രൂ ആണോ എന്ന് നോക്കാം. ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ, ഇതാണ് നമ്മുടെ മെയിൻ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എ ഡിഫൈൻഡ് ആണോ നോക്കാം. ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ 9, 9 ഇൻറ്റു 2 18, 18 മൈനസ് 1 17 കിട്ടും. ഓക്കെ, അതൊക്കെ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2x സ്ക്വയർ മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ 18 മൈനസ് 1 17. ഇത് ഡിഫൈൻഡ് ആണ്, ഇതും ഡിഫൈൻഡ് ആണ്, ഇതും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ യൂണിഫോം കണ്ടിന്യൂറ്റി നമ്മുടെ കണ്ടിന്യൂറ്റി പോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ. അവിടെ കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് എന്താണ്, ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്? ഇപ്പോൾ 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് നോട്ട് കറക്റ്റ്, അല്ലെങ്കിൽ ബോത്ത് 1 and 2 കറക്റ്റ്, അങ്ങനെ നിങ്ങളോട് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് വൺ, എവരി യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആൻ ഇൻ്റർവെൽ ഈസ് കണ്ടിന്യൂസ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ ബട്ട് ദ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, അതായത് എവരി യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആൻ ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഓക്കെ, തിരിച്ച് പറയാൻ പറ്റൂ. അതായത് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ കണ്ടിന്യൂസ് ആയൊരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് പറയാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കി. അതായത് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒറ്റ പോയിന്റിൽ, യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ
അപ്പോൾ നമുക്കൊരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ആവാം. പക്ഷേ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ആ പോയിന്റ് അല്ലാണ്ട് ആ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ വരുന്ന വേറെ ഏത് പോയിന്റ്സ് വെച്ചാലും സാറ്റിസ്ഫൈ ചെയ്യൂ? ഇല്ല. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് പറയാനായിട്ട് പറ്റും. ഇങ്ങനൊരു കണ്ടീഷൻ, ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഒക്കെ യൂണിഫോംലി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണെന്ന് പറയാൻ പറ്റും. എപ്പോൾ? ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ. എന്നാലാണ് ഈ ഒരു മീനിങ് വരുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇഫ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി ദെൻ എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ഐ. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. എവിടെ? ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ല്. അതായത് അവിടെ എന്താണ്? ഒരു ലോവർ ബൗണ്ടും ഉണ്ടാവും, അപ്പർ ബൗണ്ടും ഉണ്ടാവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താന്ന് പറയാൻ പറ്റും? ബൗണ്ടഡ് ആണെന്ന് പറയാലോ. ഓക്കെ. ഇനി ഇഫ് എഫ് ആൻഡ് ജി ആർ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ആൻ ഇൻ്റർവെൽ ഐ, അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് ജിയും കെ എഫും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. എഫും ജിയും യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഓൺ ആൻ ഇൻ്റർവെൽ ഐ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? എഫ് മൈനസ് ജിയും കെ ടൈംസ് എഫും എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ ആണോ? എഫും ജിയും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കെ ടൈംസ് എഫും എഫ് മൈനസ് ജിയും എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ലിപ്ചിൻസ് ഫംഗ്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് യൂണിഫോം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ദാറ്റ് മീൻസ് മോഡ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റാണ്. ഫംഗ്ഷൻ എയിൽ നിന്ന് ആറിലേക്ക്. അപ്പോൾ ആറിൻ്റെ ഒരു സബ്സെറ്റാണ് ആര്? എയിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് എക്സ് വൺ എക്സ് ടു. അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡ് എക്സ് ടു മൈനസ് എക്സ് വൺ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഒരു ഓപ്ഷനിൽ ലിപ്ചിൻസ് കണ്ടീഷൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഇതാണ് നമ്മുടെ ലിപ്ചിൻസ് ഫംഗ്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ടൈംസ് മോഡ് എക്സ് ടു മൈനസ് എക്സ് വൺ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. ഇതാണ് ആ വഴി. അതായത് നമുക്ക് തിയറം നോക്കാം. ഇഫ് എഫ് ഫ്രം എ ടു ആർ ഈസ് ലിപ്ചിൻസ് ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കാം. let f from ab to r be a function, then f is uniformly continuous on ab. എപ്പോഴാണ്? if and only if. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ബോത്ത് ആർ എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി. ഇവ രണ്ടും എന്തായിരിക്കണം? ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും രണ്ടും യൂണിഫോം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, രണ്ടും എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇവിടെ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ 0 1 ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതേതൊക്കെയാണ് യൂണിഫോംലി കണ്ടിന്യൂസ്? എവിടെ? 0 1. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? ആദ്യം ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ഇവിടെ എ മൈനസ് എന്ന് പറയുന്ന ഏത് വാല്യൂ ആണ്? 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x എന്ന് പറയുന്നത് എന്താ? 1/0. ഇൻഫിനിറ്റി. ഫൈനൈറ്റ് ആണോ? അല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ? നമുക്ക് ഉടനെ എന്ത് പറയാം? ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. ഇനി നമ്മൾ നേരെ ചെന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നെക്സ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
സൈൻ എക്സ് ബൈ എക്സ്. നമ്മൾ പഠിച്ചേക്കുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 1 ആണ്. അപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഇനി അടുത്ത കണ്ടീഷൻ നോക്കണ്ടേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അടുത്തത് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണോ? അല്ല, 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതെന്ത് കിട്ടും, സൈൻ 1/1 ഈക്വൽ ടു സൈൻ 1. ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പം നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റും, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റു ഓപ്ഷൻസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 1/x. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1/x എന്ന് പറയുന്നത് എന്താണ്, സൈൻ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇതൊരു എന്താണ്, ഫൈനൽ ക്വാണ്ടിറ്റി ആണോ? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സൈൻ ഇൻഫിനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്കിത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. കോസ് 0 എന്ന് പറയുന്നത് എന്താണ്, 1/0 എന്താണ്, ഇൻഫിനിറ്റി. അവിടെയും ഇതെന്തല്ല, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മൾ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എങ്കിൽ എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, check the uniform continuity of the function f of x equal to x sin 1/x on 0, 1 is uniformly continuous. അപ്പോൾ ഇവിടെ ലിമിറ്റ് എന്ത് നോക്കണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ലോവർ വാല്യൂ 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ 1/x. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെന്ത് ഫംഗ്ഷനാണ്, ബൗണ്ടഡ് ഫംഗ്ഷനാണ്. ഇത് ബൗണ്ടഡ് ഫംഗ്ഷൻ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്, ഫൈനൈറ്റ് ആണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 നോക്കുക. അപ്പോൾ എക്സ് സൈൻ 1/x എന്ന് പറയുന്നത് എന്താണ്, 1 ഇൻറ്റു സൈൻ 1/xൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ സൈൻ 1. ഇത് വീണ്ടും എന്താണ്, ഫൈനൈറ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ 1/x ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ ആണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ പൈ എക്സ് ബൈ 2. ഇവിടെ 0, 1 ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ പൈ എക്സ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, ടാൻ 0. ടാൻ 0 എന്ന് പറയുന്നത് എന്താ, സൈൻ 0 ബൈ കോസ് 0 ആണ് അല്ലേ. സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്, 0/1 വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ടാൻ പൈ എക്സ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, ടാൻ π/2. ടാൻ π/2 എന്താണ്, അതായത് സൈൻ 90 ഡിവൈഡഡ് ബൈ കോസ് 90. സൈൻ 90 എന്താണ്, 1, കോസ് 90 എന്താണ്, 0, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വേറെ ഒന്നും പറയാനില്ല, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് ഫോർ ദ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആണോ, യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ, ബൗണ്ടഡ് ആണോ, ഓൾ ഓഫ് ദ എബോവ് ആണോ. അപ്പോൾ ഓപ്ഷൻ നോക്കുക, കണ്ടിന്യൂസ് ആണോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആണെങ്കിൽ ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് നോക്കണം, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് നോക്കണ്ടേ, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ യെസ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്തായിരിക്കണം, ഈ എക്സിസ്റ്റ് ചെയ്യണം, അത് ഡിഫൈൻഡ് ആവണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും, കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എങ്കിൽ കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആണ്, അത്
എന്താണ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ചെക്ക് ചെയ്താൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പറയാം അങ്ങനെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് പറയാനായിട്ട് പറ്റും? ബൗണ്ടഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് കാണിച്ചാൽ നമുക്ക് യൂണിഫോംലി കണ്ടിന്യൂസ് പറയാം, യൂണിഫോംലി കണ്ടിന്യൂസ് പറഞ്ഞാൽ നമുക്ക് ബൗണ്ടഡ് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആണോ നോക്കാനായിട്ട് എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇവിടെ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എയുടെ സ്ഥാനത്ത് ഇവിടെ 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ആണ്. അതായത് എന്താണ്? സൈൻ 1/x എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ബൗണ്ടഡ് ഫംഗ്ഷൻ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 തന്നെ. അപ്പോൾ ഇത് എന്തിനോട് ഈക്വലാണെന്നും കൂടി പറയാം? എഫ് ഓഫ് 0നോട് ഈക്വൽ ആയതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. പിന്നെ ഈ പറയുന്ന എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? നമ്മുടെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിലെ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റും? യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, അതുവഴി ബൗണ്ടഡ് ആണെന്നും പറയാം. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. വേറൊന്നുമില്ല. എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി, ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി ആവണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി പഠിച്ചാൽ ഇത് എഫ് ഡാഷ് ഓഫ് സി, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് സി മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. എന്താണ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്? ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകണം. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സൈൻ 1/x, എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സിയുടെ സ്ഥാനത്ത് എന്താണ്? 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സൈൻ 1/x എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി, ദാറ്റ് മീൻസ് എഫ് ഓഫ് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്? 0 ആവും, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സും ക്യാൻസലായി, സൈൻ 1/x ആണ്, അതായത് സൈൻ 1/0, സൈൻ ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്. എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ ആണോ? അപ്പോൾ കണ്ടീഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ബൈ എക്സ് മൈനസ് സി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്താൽ മാത്രമാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണോ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ അല്പം കോംപ്ലിക്കേഷൻ ആയിരിക്കും. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ്, ഒരു സെക്കൻഡ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് പ്ലസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. ഇനി നമുക്കിവിടെ രണ്ടെണ്ണത്തിലും നമുക്ക് നോക്കണം. ഓക്കെ, നമ്മൾ മറ്റേ കണ്ടീഷനാണെങ്കിൽ നമുക്ക് ക്വൈറ്റ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എളുപ്പം എന്താണെന്നറിയോ? അതായത്
ഈ രണ്ടെണ്ണവും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അതായത് റൈറ്റ് ഹാൻഡിൽ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സും ലെഫ്റ്റ് സൈഡ് എഫ് ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ എന്താണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുവാണെങ്കിൽ ഫോർ എക്സ് ലെസ് ദാൻ 0 മൈനസ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? -1 ആണ്. ഫോർ ലെഫ്റ്റ് സൈഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ, അതായത് പോസിറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക, നെഗറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക. പോസിറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പം നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ ആണോ? നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ക്യൂബ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ക്യൂബ് ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് പ്ലസ് എക്സ് ക്യൂബ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ നെഗറ്റീവ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ, അതായത് മൈനസ് എക്സ് ക്യൂബിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? -3x². പോസിറ്റീവ് സൈഡിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? 3x². രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒരു കാര്യം വിട്ടുപോയി. നമ്മളിവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ നെഗറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. അറ്റ് ദ പോയിൻ്റ് എവിടെ വേണം? അറ്റ് ദ പോയിൻ്റ് എയിൽ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ടൊന്നുമില്ല, സോ -1. ഇവിടെയാണെങ്കിലും എന്താണ്? കൊടുക്കാനായിട്ടൊന്നുമില്ല, അപ്പോൾ 1. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ -3x² ആണ്. അറ്റ് ദ പോയിൻ്റ് 0യിൽ എന്താണ്? ഇത് 0 ആണ്. ഇവിടെ അറ്റ് ദ പോയിൻ്റ് എ, അതായത് 0യിൽ എന്താണ്? 3 × 0² 0 ആണ്. അപ്പോൾ ഇതെന്ത് ഫംഗ്ഷനാണ്? ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് ദ പോയിൻ്റ് എക്സ് ഈക്വൽ ടു സി അല്ലേ? അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം. അതായത് നമ്മുടെ നെഗറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവും പോസിറ്റീവ് സൈഡിൽ എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻ്റ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 1 for x greater than or equal to 1, 1 minus x less than 1, check the differentiability at x equal to 1. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മൾ നെഗറ്റീവ് സൈഡിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? -1 ആണ്. ഓക്കെ, 0 -1 ആണ്. -1 അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 1 കൊടുക്കാനായിട്ട് എവിടെയില്ല, അപ്പം അതങ്ങനെ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ 2x - 0, 2x അറ്റ് ദ പോയിൻ്റ് 1 കൊടുക്കുമ്പോൾ 2 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഈ 2ഉം -1ഉം ഈക്വൽ ആണോ? 2ഉം -1ഉം ഈക്വൽ ആണോ? അല്ലല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് ജസ്റ്റ് 2 കൺക്ലൂഷൻസ് നമ്മുടെ ഓപ്ഷൻസ് വഴി വരുന്ന ജസ്റ്റ് 2 കൺക്ലൂഷൻസ് ആണ്.
First one, differentiability of open interval. A function f of x is differentiable in open interval ab ആണ് എങ്കിൽ then it is differentiable at all points in the interval ab. നമ്മൾ കണ്ടിന്യൂറ്റിയുടെ കേസിൽ പറഞ്ഞില്ലായിരുന്നോ, അത് തന്നെ. ഇനി ഇവിടെ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ, അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എൻ പോയിൻറ്റ്സ് ആണെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ആർ എഫ് ഡാഷ് ഓഫ് എക്സും എൽ എഫ് ഡാഷ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യും ഫൈനൈറ്റ്ലി ആണെന്നുള്ള കാര്യവും പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലാണെങ്കിൽ എന്താണ്, ആ എയിലും ബിയിലും അതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സിലൊക്കെ എന്താണ്, ഡിഫറൻഷ്യബിൾ ആണെന്നല്ലേ പറയുന്നത്, അതല്ലേ ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു ഈ രണ്ട് സാധനങ്ങളും എന്താവണം, നമ്മൾ ട്രിക്കായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അതെന്താവണം, ഈക്വൽ ആവണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതാണ് അവിടെ പറയുന്നത്, മനസ്സിലായോ? ഇനി അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഡി സി തിരിച്ച് സി ഡി ഇല്ല. എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.